أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا يوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം. ഈ സൂറത്തിലെ 22 മുതൽ 26 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا يومئذ يوم يرون الملائكة മലക്കുകളെ അവർ കാണുന്ന ദിവസം, അവർ മലക്കുകളെ കാണുന്ന ദിവസം. ലാ ബുഷ്ര യൗമഇദിൻ ലിൽ മുജ്രിമീന, പാപികളായ ആളുകൾക്ക് അന്ന് യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല. പാപികളായ ആളുകൾക്ക്, കുറ്റവാളികളായ ആളുകൾക്ക് യാതൊരു സന്തോഷ വാർത്തയും അന്ന് ഉണ്ടാവുകയില്ല. വയഖൂലൂന, ആ മലക്കുകൾ അവരോട് പറയും, ഹിജ്റം മഹ്ജൂറ, കർക്കശമായ തടസ്സം, കഠിനമായ തടസ്സം എന്ന് മാത്രമായിരിക്കും അവർ പറയുക. വഖദിംന ഇലാമ അമിലു മിൻ അമലിൻ, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുന്ന സന്ദർഭം. വഖദിംന, നാം തിരിയും, ഇലാമ അമിലു, അവർ പ്രവർത്തിച്ച മിൻ അമലിൻ, പ്രവർത്തനങ്ങളിലേക്ക്. ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ ആക്കും ഹബാഅൻ മൻസൂറ, ചിതറിയ ധൂളികളായിട്ട്, ചിതറിയ പൊടിപടലങ്ങളാക്കി നാം അവയെല്ലാം മാറ്റുകയും ചെയ്യും. അസ്ഹാബുൽ ജന്നത്തി, സ്വർഗവാസികൾ, യൗമൈദിൻ, അന്നത്തെ ദിവസം, ഖൈറും മുസ്തഖറൻ, ഏറ്റവും ഉത്തമമായ വാസസ്ഥലത്തായിരിക്കും. വഅഹ്സനു മഖീല, അതുപോലെ തന്നെ ഏറ്റവും നല്ല വിശ്രമസ്ഥലത്തുമായിരിക്കും. സ്വർഗവാസികൾ അന്നത്തെ ദിവസം ഏറ്റവും നല്ല വാസസ്ഥലത്തും ഏറ്റവും നല്ല വിശ്രമസ്ഥലത്തും ആയിരിക്കും ഉണ്ടാവുക. യൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാമി, ആകാശം പൊട്ടിപ്പിളരുകയും അതുപോലെ തന്നെ കാർമേഘം, മേഘങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന സന്ദർഭം. വനുസ്സിലൽ മലായിക്കത്തു തൻസീല, മലക്കുകൾ ഒരു ഇറങ്ങി വരികയും ചെയ്യുന്ന ദിവസം. അൽ മുൽക്കു, ആധിപത്യം, യൗമൈദിനിൽ ഹഖ് ലിർ റഹ്മാൻ, അന്നത്തെ ദിവസം യഥാർത്ഥ ആധിപത്യം പരമകാരുണ്യന് തന്നെയായിരിക്കും. വക്കാന യൗമൻ അൽ കാഫിരിന അസീറ, അന്നത്തെ ദിവസം കാഫിറുകൾക്ക് വളരെ പ്രയാസമുള്ള ദിവസമായിരിക്കും. സത്യനിഷേധികൾക്ക് വിഷമകരമായ ഒരു ദിവസമായിരിക്കും അന്ന്. കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളായ ആളുകൾ മലക്കുകളെ എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് ചോദിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. അന്നവർ പറയുന്നത്, ലൗല ഉൻസില അലൈനൽ മലായിക്കത്തു, ഞങ്ങളിലേക്ക് എന്താണ് മലക്കുകൾ ഇറക്കാത്തത്, ഔനിറ റബ്ബന, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ എന്താ കാണാത്തത് എന്നൊക്കെ ചോദിക്കുന്ന. ലഖദ് ഇസ്തക്ബറു ഫി അൻഫുസിഹിം, അവരുടെ മനസ്സിലൊക്കെ വളരെ അഹംഭാവമാണുള്ളത്. വാഴത്തൗ ഋതുവൻ കബീറ,
അതേപോലെ തന്നെ വലിയ ധിക്കാരമാണ് അവർ കാണിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ മലക്കുകളെ അവർ നിർബന്ധമായും കാണേണ്ട ഒരു ദിവസമാണത്. ആ പരലോകത്ത് വെച്ച് അവർ മലക്കുകളെ കാണും. അതിനു മുമ്പ് ഖബറിൽ വെച്ച് മലക്കുകളെ കാണും. ഇങ്ങനെയൊക്കെ മലക്കുകളെ തീർച്ചയായിട്ടും അവർ കാണേണ്ട ഒരുപാട് അവസരങ്ങൾ വരും. മരിക്കാൻ നേരത്ത് മലക്കുൽ മൗത്ത് അസ്രായിൽ അവരെ സമീപിക്കും. ഇങ്ങനെയൊക്കെ മലക്കുകളെ പല സന്ദർഭത്തിലായി അവർ കാണും. പക്ഷേ ആ കാണുന്ന സമയത്ത് യൗമ യറൗനൽ മലായിക്കത്ത, അവർ മലക്കുകളെ കാണുന്ന ദിവസം ഉണ്ടല്ലോ, ലാ ബുശ്റാ യൗമഇദിൽ മുജ്രിമീൻ, പാപികൾക്ക് അന്ന് ഒരു സന്തോഷ വാർത്തയും ഉണ്ടാവില്ല. മാത്രമല്ല വയഖൂലുന ഹിജ്റൻ മഹ്ജൂറ, നിഷിദ്ധം നിഷിദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അകറ്റാണ് ചെയ്യുക. അവരെ അടുപ്പിക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടാവുകയില്ല എന്നർത്ഥം. മലക്കുകൾ തീർച്ചയായും അന്നത്തെ ദിവസം അവർ കാണും. അത് മരണ ദിവസം കാണും, മരിച്ചതിന് ശേഷം കാണും, ഖബറിൽ വെച്ച് കാണും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലോകം അവസാനിച്ച ശേഷം അവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെയായിട്ട് മലക്ക് അവിടെ കാണേണ്ടി വരും. അപ്പോൾ ആ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരവസ്ഥയായിരിക്കും അന്നുണ്ടാവുക. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് ഖദീംന ഇലാമ അമിലു മിൻ അമലി, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലേക്ക് നാം തിരിയും. ഫജഅൽനാഹു ഹബാഅ മൻസൂറ, അങ്ങനെ അതിനെ നാം ചിതറിയ ധൂളികളാക്കി തീർക്കും. ഹബാ എന്നൊക്കെ പറഞ്ഞാൽ ജനലൊക്കെ തുറന്നാൽ കാണുന്ന പൊടിപടലം, ജനലുള്ളിലൂടെയൊക്കെ വരുന്ന വെളിച്ചം, ഇങ്ങനെ ചിതറിയിട്ടുള്ള ആ കാര്യങ്ങൾക്കൊക്കെയാണ് ഹബാ എന്ന് പറയാറുള്ളത്. സത്യനിഷേധികളായ ആളുകൾ പരലോകത്തെത്തുമ്പോൾ അവർ വിചാരിക്കുക ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ്. അതായത് പരലോകത്തേക്ക് അവർ വരുമ്പം അവർ നേർവഴി പ്രാപിച്ചവരാണെന്ന് വിചാരിക്കും. അതുപോലെ പിന്നെ നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണെന്നൊക്കെ അവർ മനസ്സിലുണ്ടാവും. ആക്രമിക്കപ്പെട്ട ആളുകൾ അവരെ സഹായിച്ചിട്ടുണ്ടാവും, ദരിദ്രർക്ക് ദാനം നൽകിയിട്ടുണ്ടാവും, കുടുംബ ബന്ധങ്ങൾ ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സൽപ്രവർത്തനങ്ങളുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ അതൊന്നും തന്നെ അവർക്കന്ന് ഗുണകരമാവില്ല. കാരണം അവർ സത്യനിഷേധികളാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ല അവരിതൊന്നും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതവിടെ എത്തുമ്പോൾ അടിച്ച് പൊളിച്ച് ധൂളികളാക്കി വെറും പുകപടലമാക്കിയാണ് മാറ്റുക അള്ളാഹു. കാരണം അതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും വിശ്വാസം കൊണ്ടായിരുന്നില്ല എന്നതാണ്. വിശ്വാസം കൊണ്ടല്ലാത്തത് ഒരിക്കലും അള്ളാഹു സ്വീകരിക്കില്ല. ഇനി അസ്ഹാബുൽ ജന്നത്ത്, സ്വർഗവാസികളുടെ അവസ്ഥ എന്താ? അന്നത്തെ ദിവസം യൗമൈദിൻ ഖൈറും മുസ്തഖറൻ, ഏറ്റവും നല്ല വാസസ്ഥലം, വഹ്സനു മഖീല, ഏറ്റവും നല്ല വിശ്രമ കേന്ദ്രവുമായിരിക്കും ആളുകൾക്ക് ലഭിക്കുക. അവരോട് സന്തോഷ വാർത്തയായിരിക്കും അന്ന് പറയുന്നുണ്ട്. സത്യനിഷേധികളോട് ഒരു സന്തോഷ വാർത്തയും പറയാൻ അന്ന് ഉണ്ടാവുകയില്ല എന്നർത്ഥം. നിഷേധികളായ ആളുകൾ ചെതറിയ വെണ്ണീര് പോലെ നിഷ്ഫലമാവുകയും പ്രയോജനശൂന്യമാവുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും അന്നുണ്ടാവുക. പക്ഷേ സത്യവിശ്വാസിക ആളുകൾ, സ്വർഗത്തിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരണ ഈ ലോകത്തെ ദിവസത്തെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിൻ്റെ പകുതി കൊണ്ട് തന്നെ പൂർത്തിയാവും. എന്നിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുക്കണം, ഏറ്റവും നല്ല വിശ്രമ കേന്ദ്രം. മാത്രമല്ല അവർക്ക് മയങ്ങാനുള്ള സൗകര്യം. ഇതൊക്കെ തന്നെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളായ ആളുകൾക്ക് ചെയ്യുന്നുണ്ടാകുക. മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും വിശ്രമം ഉണ്ടാവില്ല. മാത്രമല്ല അവർക്ക് മയങ്ങാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരല്പം പോലും അവർക്കന്ന് കാണാൻ കഴിയില്ല എന്നർത്ഥം. വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാം, ആകാശം പൊട്ടിപ്പൊളിയുക, എന്നിട്ട് മേഘപടലം പുറത്തേക്ക് വരികയും ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ അത് വരുന്ന സമയം നുസ്സിലിൽ മലായിക്കത്തു തൻസീല, മലക്കുകൾ ഒന്നായിട്ട് ഇറങ്ങി വരുന്ന ഒരു സന്ദർഭവും അവിടെ ഉണ്ടാവും. മലക്കൾ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ സന്ദർഭത്തിലേക്കുള്ള ഒന്നുകൂടിയാണിത്. വിശിഷ്ടമായ ഒരു ദിവസം അവരുടെ ആവശ്യം അള്ളാഹു നിവർത്തിക്കും. അപ്പോൾ ആകാശമാണ് മലക്കുകളുടെ ഇടം. അത് പൊട്ടിപ്പിളർന്നാൽ അവരെല്ലാവരും തന്നെ നിലത്തേക്ക് ഇറങ്ങി വരേണ്ടി വരും. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അൽ മുൽക്കു യൗമൈദിനിൽ ഹഖുൽ റഹ്മാൻ, അന്നത്തെ യഥാർത്ഥ അവകാശി, അന്നത്തെ യഥാർത്ഥ ആധിപത്യം പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിരിക്കും.
അള്ളാഹു അല്ലാത്ത ഒരു രാജാവും ഒരു യജമാനനും ഉണ്ടാവില്ല. മറ്റ് ദിവസങ്ങൾക്ക് വിപരീതമായി അന്ന് എല്ലാ രാജാക്കന്മാരും അള്ളാഹുവിന് കീഴടങ്ങും. അള്ളാഹുവിന് ആരോടും ഒരു ബാധ്യതയും ഉണ്ടാവില്ല. എങ്കിൽ അത് തുടർന്നുള്ള വിചാരണയും വിട്ടുവീഴ്ചയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ അള്ളാഹുവിനുള്ള കീഴ്പ്പെടൽ ഏറ്റവും പരിപൂർണമാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വക്കാന യൗമൻ അലൽ കാഫിരീന അസീറ, അന്ന് കാഫിറുകൾക്ക് ഏറ്റവും ദുരിതപൂർണമായ ദിവസമായിരിക്കും. ഉസ്ർ, വളരെ വളരെ പ്രയാസമുള്ള ദിവസമായിരിക്കും അന്ന്. ആ അക്രമികൾക്ക് ഒരു സന്തോഷവും അന്നത്തെ ദിവസം കിട്ടില്ല എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു ദിവസം വരാനിരിക്കുന്നു. അള്ളാഹുവിന് മാത്രമാകുന്ന ഒരു ദിവസം അന്നുണ്ടാകും. ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസം അതിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവിധത്തിലും സഹായിക്കും. റബ്ബിൻ്റെ സഹായം സദാ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും പേരുണ്ടാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.